നമസ്കാരം. ജനുവരി മാസം മുതൽ GST റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ചില സുപ്രധാന മാറ്റങ്ങൾ വരികയാണ്. ഇവിടെ ടേബിൾ 12ലാണ് ഈ പറഞ്ഞ മാറ്റം. HSN കോഡുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ പറഞ്ഞ ടേബിൾ 12ൽ നമ്മൾ കാണിക്കേണ്ടത്. ജനുവരി മാസം 2025 തുടങ്ങിയുള്ള റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. പുതിയ മാറ്റപ്രകാരം ടേബിൾ 12ൽ 2 സ്ലാബായിട്ട് തരംതിരിക്കുകയാണ്. B2Bയും B2Cയും. അതുപോലെ ടേൺ ഓവറും ഈ തരത്തിൽ സെപ്പറേറ്റ് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഇതിന്റെ വാലിഡേഷൻ പ്രൊസീജിയറും ഇത് പ്രകാരം സെപ്പറേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുമുണ്ട്. HSN കോഡിനെ കുറിച്ച് പറഞ്ഞാൽ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ടാക്സ് പേയറുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ 5 കോടി വരെ ഉള്ളവർക്ക് 4 ഡിജിറ്റ് HSN കോഡാണ് നിർബന്ധമായും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതുപോലെ 5 കോടിയിലധികം അഗ്രിഗേറ്റ് ടേൺ ഓവർ വരുന്നവർക്ക് 6 ഡിജിറ്റ് HSN കോഡാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഗുഡ്സിനും സർവീസിനും ബാധകമാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ ഫേസ് 3 മാനദണ്ഡ പ്രകാരം ജനുവരി മാസത്തിലെ GSTR 1ഉം 1Aയും ഫയൽ ചെയ്യുമ്പോൾ, അതായത് ഫെബ്രുവരി മാസം 11-ാം തീയതിക്കകം ഇത് ഫയൽ ചെയ്യുമ്പോൾ HSN കോഡുകൾ മാനുവലായിട്ട് എൻ്റർ ചെയ്യുവാൻ സാധിക്കില്ല. ഇത് ഡ്രോപ്പ് ഡൗണിൽ നിന്നും സെലക്ട് ചെയ്യണമെന്ന് ചുരുക്കം. ടേബിൾ 12ൽ ഒരു പുതിയ ബട്ടൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഇവിടെ ഇത് ഡൗൺലോഡ് ചെയ്താൽ HSN കോഡ് കാണാവുന്നതുമാണ്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ HSN കോഡും SAC കോഡും ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ഡിസ്ക്രിപ്ഷനോട് കൂടി എക്സൽ ഫയലിൽ ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കും. അതായത് ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ലിസ്റ്റ് പോർട്ടലിൽ ലഭ്യമാകുകയും അതിൽ നിന്ന് വേണം സെലക്ട് ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്യുവാൻ. ഇതുപോലെ അമെൻമെന്റ്സ് റിട്ടേണിൽ വരുമ്പോൾ വാലിഡേഷൻ നടത്തുന്ന സന്ദർഭത്തിൽ ഇതിൻ്റെ ഡിഫറൻഷ്യൽ വാല്യൂ മാത്രമേ പരിഗണിക്കാവൂ. ഇത് പ്രാബല്യത്തിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് വാലിഡേഷൻ ഇപ്പോൾ ഒരു വാർണിംഗ് മോഡൽ വരുന്നതാണ്. അതായത് വാലിഡേഷൻ ഫെയിലിയർ ആണെങ്കിൽ കൂടി GSTR 1ഉം 1Aയും ഫയൽ ചെയ്യുന്നത് ഇപ്പോൾ ബ്ലോക്ക് ചെയ്യില്ല എന്നാണ് ചുരുക്കം. അതുകൊണ്ട് റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ HSN കോഡിൽ വന്നിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട ബൈഫർക്കേഷൻസ് മനസ്സിലാക്കി വേണം റിട്ടേൺസ് ഫയൽ ചെയ്യുക. താങ്ക് യു.